Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ നവീകരിച്ച IT ലാബിന്റെ ഉദ്ഘാടനവും സംസ്ഥാനതല പ്രതിഭകളെ ആദരിക്കലും നടത്തി. ചടങ്ങ് PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. PK ബഷീർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിലൂടെ അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ലാബ് നവീകരിച്ചത്. MLA ഫണ്ട് ഉപയോഗിച്ച 14 ലാപ്ടോപ്പുകളാണ് സ്കൂളിന് അനുവദിച്ചത്. പന്നിപ്പാറ UP സ്കൂൾ ഹൈസ്കൂൾ അതിൻ്റെ വാപ്പുണ്ട് ഞാനാ എന്നറിയോ? അപ്പോൾ ആരും പറഞ്ഞില്ല. ഈ UP സ്കൂൾ ഹൈസ്കൂൾ ആക്കാൻ ഞാൻ തന്നെ മെനക്കെട്ടിട്ടാണ് ഈ സ്കൂൾ ആയത്. അതിന് ആർക്കും അവകാശമല്ല. നിങ്ങൾ ഈ UP സ്കൂൾ ഹൈസ്കൂൾ ആക്കിയിരിക്കുന്നത് 2013 ആണ്. ആരെന്ത് പറഞ്ഞാലും ആ ഏറനാട് നിയോജകമണ്ഡലത്തിലാണ് ആ കാലഘട്ടത്തിൽ 4 UP സ്കൂൾ ഹൈസ്കൂളാണത്. അത് എടവണ്ണ പഞ്ചായത്തിലെ ഒതായി UP സ്കൂൾ ഹൈസ്കൂള്, പന്നിപ്പാറ UP സ്കൂൾ ഹൈസ്കൂള്, വെറ്റ്ലപ്പാറ UP സ്കൂൾ ഹൈസ്കൂള്, വടശ്ശേരി UP സ്കൂൾ ഹൈസ്കൂളാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് 2013 ഞാൻ ഏറനാടിൻ്റെ കന്നി MLA ആയി വന്നതിന് ശേഷമാണ് RMS സ്കീം ഉണ്ടായത്. 2013 ഈ സ്കൂള് ഹൈസ്കൂളാണ്. അല്ല അങ്ങനെ ആയിരുന്നു. ഒരു പഞ്ചായത്തിന് 4 ഹൈസ്കൂളിലൊരു പഞ്ചായത്ത് ഏതാ പറയുന്നത്? എടവണ്ണ പഞ്ചായത്താണ്. ഒതായി UP സ്കൂൾ ഒതായി ഹൈസ്കൂള്, എടവണ്ണ CDIG ഹൈസ്കൂള്, എടവണ്ണ ഓറിയന്റ് ഹൈസ്കൂള്, ഈ ഹൈസ്കൂള് ഒരു അതിർത്തിയിൽ കാമൂരിൽ എടവണ്ണ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ വടശ്ശേരി ഹൈസ്കൂള്. അങ്ങനെ 5 സ്കൂളുകളുള്ള ചുറ്റുപാടുള്ള ഒരു പ്രദേശം. ഇതിന് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊന്നും പഠിക്കണം. എൻ്റെ വന്ദനായ പിതാവ് CDIG കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിൽ MLA ആകുമ്പോൾ എടവണ്ണയിൽ ഒരു ഗവൺമെൻറ് ഹൈസ്കൂള് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, എടവണ്ണയിൽ ഗവൺമെൻറ് ഹൈസ്കൂളില്ല. മഹാരാജ് CH മുഹമ്മദ് ഖാൻ സാഹിബ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ അക്കാലങ്ങളിൽ 3 ഏക്കർ സ്ഥലം വേണം. ആ 3 ഏക്കർ സ്ഥലമില്ല. എടവണ്ണ ഇസ്ലാമിക ഓറിയന്റൽ ഹൈസ്കൂളുള്ളൂ. അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അവിടെ മുസ്ലിം കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാ വിഭാഗം കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ കൊണ്ടുവരുന്നുള്ള ഒരു ദൃഢനിശ്ചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ കേരള എഡ്യൂക്കേഷൻ റൂൾ KER എന്ന് പറയുന്നതിൽ ഒരു അസാധാരണമായ ഒരു ഭേദഗതി വരുത്തി കേവലം 90 സെന്റ് സ്ഥലമുള്ള എടവണ്ണ UP സ്കൂൾ ഹൈസ്കൂൾ ആക്കുന്നത് 1979 CDIG ആ കാലഘട്ടത്തിലാണ്. അന്ന് അതിന് 25,000 രൂപ അതിനൊരു കെട്ടിവെക്കണം. ആ 25,000 രൂപ കെട്ടിവെക്കാൻ അന്നത്തെ VM കുട്ടി, ഉടയിൽ ഫസീല, എരഞ്ഞോളി മൂസ, വീർ മുഹമ്മദ്, SA ജമീൽ ഇങ്ങനെ 4 ആൾക്കാരെ ഗാനമേള മത്സരം നടത്തി തിക്കുറിശി സുകുമാരൻ നായർ അന്നത്തെ സിനിമ കൊണ്ടുവന്നിട്ട് പരിപാടി എടുത്തിട്ടാണ് നമുക്ക് പൈസ ഉണ്ടാക്കുന്നത്. അറിയുകൾ ഇന്നത് വേണ്ട അല്ലേ? ഇന്ന് 26 രൂപയുടെ ആരോടുകൾ 26 തരാൻ മതി. അത് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒരുപാട് പിന്നോക്കം നിന്നിരുന്ന ഒരു കാലഘട്ടം. ഇതുപോലെ സ്വന്തം നാട്ടിൽ നിന്ന് അധ്യാപകര് ഉയർന്നു വരാത്ത ഒരു കാലഘട്ടം. നമ്മുടെയൊക്കെ പൂർവികരും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് 900 അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് കഥാപ്രസംഗത്തിൽ A ഗ്രേഡ് നേടിയ ദിയ ഫാത്തിമ, സംസ്ഥാന ശാസ്ത്രമേളയിൽ സയൻസ് ക്വിസിൽ A ഗ്രേഡ് നേടിയ ഫസീഹ മറിയം, സംസ്ഥാന ഗണിതമേളയിൽ ജിയോമെട്രിക്കൽ ചാർട്ടിൽ A ഗ്രേഡ് നേടിയ ശ്രേയ, സംസ്ഥാനതല സാമൂഹ്യശാസ്ത്രമേളയിൽ സ്റ്റീൽ മോഡൽ A ഗ്രേഡ് നേടിയ ലിയ ഷെരീഫ്, ഷെറിൻ ജോൺ എന്നിവരെ ചടങ്ങിൽ MLA ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റൈഹാൻ തുകുറുമാടൻ, ഹെഡ് മാസ്റ്റർ P ദാവൂദ്, വാർഡ് മെമ്പർ KT നൌഷാദ്, PTA പ്രസിഡന്റ് മൻസൂർ ചോലയിൽ, വൈസ് പ്രസിഡന്റ് സഹീർ ബാബു, SMC ചെയർമാൻ അൻവർ ആലങ്ങാടൻ, കരീം കളത്തിങ്ങൽ, PP അബ്ദുറഹ്മാൻ, സ്റ്റാഫ് സെക്രട്ടറി അബൂബക്കർ ചെർശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന് ചെയ്തു തന്നിട്ടുണ്ട്. എന്നാലും ഇനിയും ഒരുപാട് നിങ്ങൾക്ക് നേടിയെടുക്കാനുമുണ്ട്. ഇപ്പോൾ ഒരു ഡിവിഷനിലെ 5 സ്കൂളുകൾ നിലനിൽക്കുമ്പോൾ ഒരു സ്കൂളിന് എന്ത് ചെയ്യണം എന്നുള്ളതിൽ എല്ലാവർക്കും കൃത്യമായ ധാരണയുമുണ്ട്. ഒരു വർഷം ഒരു സ്കൂളിലേക്ക് കിട്ടുന്നത് 7 ലക്ഷം രൂപയാണ്. പലപ്പോഴും ഈ 7 ലക്ഷം രൂപ 5 സ്കൂളിലേക്ക് വീതിക്കേണ്ടത് ഒരുമിച്ച് കൂട്ടിയിട്ട് വരെ പന്നിപ്പാറ സ്കൂളിലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പാക്കാനുമുണ്ട് എന്ന് HM സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഈ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ
7 വർഷം കൊണ്ട് 700-ലധികം കുട്ടികൾ ഇവിടെ അധികം ഉണ്ടെങ്കിൽ അത് സ്കൂളിൻ്റെ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് ഞാൻ പ്രത്യേകം അധ്യാപകരെയും PTA ഒക്കെ അഭിനന്ദിക്കുകയാണ്. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ.